റേഷനരി വില UDF സർക്കാർ കൂട്ടിയോ? അരിയുടെ വിഹിതം കുറഞ്ഞതിന് പിന്നിൽ ആരാണ്? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമസ്കാരം, ഞാൻ മനോജ് YRP. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് 10 രൂപ 90 പൈസയിൽ നിന്നും 26 രൂപയായി റേഷനരിയുടെ വില UDF സർക്കാർ ഉയർത്തിയെന്നത്. ഇതിന്റെ വസ്തുത എന്താണ്? സാധാരണക്കാർക്കുള്ള പ്രതിമാസ റേഷനരിയുടെ വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഓണത്തിന് 3 കിലോ അരി കൂടി അധികമായി ഓരോ കാർഡ് ഉടമകൾക്കും സർക്കാർ നൽകുകയാണ്. അതോടൊപ്പം തന്നെ പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാൻ വേണ്ടി മാവേലി സ്റ്റോർ വഴി കൊടുക്കുന്ന 26 രൂപ നിരക്കിൽ സംസ്ഥാന സർക്കാർ റേഷൻ കട വഴിയും 10 കിലോ അരി അതേ വിലയിൽ തന്നെ നൽകുകയാണ്. മറ്റൊരു ആരോപണമായി അവർ ഉന്നയിച്ചത് അരിയുടെ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ് ഗോതമ്പിന്റെ വിഹിതം അധികമായി കിട്ടാൻ വേണ്ടി അരിയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാനായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് അരിയുടെ വിഹിതം വെട്ടിക്കുറച്ചത്. ഈ വരുന്ന ഡിസംബറിൽ കരാർ പുതുക്കി പഴയ അരിവിഹിതം പുനഃസ്ഥാപിക്കാൻ UDF സർക്കാർ നിലവിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അരിയുടെ വില കൂട്ടുന്നതും കുറയ്ക്കുന്നതും സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. ഇതുപോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങളും സൈബർ സഖാക്കളും ഇതുപോലെ വ്യാജ പ്രചാരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.